ഇത് ഞാൻ എവിടെയോ നിങ്ങൾ ഹൈവേയിൽ ഒരുപാട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. അതുപോലെ അല്ലറ ചിലർ ഓഫ് റോഡ് ചെയ്യണം. പക്ഷേ ഇതൊന്നുമല്ല, നിങ്ങളുടെ ഡെയിലി കമ്മ്യൂട്ട് സ്പേസ് ടെക്നോളജി വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള റോഡിലാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണം ഒരു ADV. ആൻഡ് ഇതാണ് TVSൻ്റെ ഏറ്റവും ആദ്യത്തെ അഡ്വഞ്ചർ ബൈക്ക്, TVS Apache RTX. ഓൾ മൈ ഫ്ലൈ വീലേഴ്സ്, ഞാൻ നിഹാൽ. വെൽക്കം ടു ഫ്ലൈ വീൽ. (2025) TVSൻ്റെ ഏറ്റവും ആദ്യത്തെ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ വരുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാമോ, ഡെക്കാർ റാലിയിൽ TVS എന്ന് മുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്ന്? 2015. ഇത്രയും എക്സ്പീരിയൻസ് ഓഫ് റോഡിലും റേസിങ്ങിലും ഒക്കെ ഉള്ളൊരു കമ്പനി അവരുടെ ആദ്യത്തെ ADV കൊണ്ടുവരുമ്പോൾ അത് മോശമാവില്ല. ഇന്ന് എന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഫുൾ ഓഫ് റോഡിങ് കഴിഞ്ഞ് നിൽക്കുകയാണ്. നമ്മൾ ഏകദേശം 100 കിലോമീറ്റർ ഈ വണ്ടി ഓടിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ വളരെ സമയം കുറവാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ വണ്ടീനെ പറ്റി ഓവറോൾ മനസ്സിലാക്കാം. ആദ്യം തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്, 1,99,000 രൂപയാണ് ഈ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസും ഇൻട്രൊഡക്ടറി പ്രൈസ് മാത്രമാണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ഹീറോ എക്സ്പൾസും മറ്റൊരു സൈഡിൽ റോയൽ എൻഫീൽഡ് ഹിമാലയനുമാണ്. സോ ഇറ്റ് പെർഫെക്റ്റ്ലി സ്ലോട്ട്സ് ഇൻ ദ മിഡിൽ. എന്നാൽ ഈ ബൈക്കിൻ്റെ നേരെ എതിരാളി പ്രൈസ് കൊണ്ട് സുസുക്കിയുടെ V-Strom 250യും പവർ കൊണ്ട് KTM 250 അഡ്വഞ്ചറുമാണ്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഡിസൈനിലേക്ക് ഒന്ന് പോകാം. TVS ഇവിടെ ഒരു അഡ്വഞ്ചർ ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഒരു വലിയ വൈഫർ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ കാണുകയാണെങ്കിൽ ഫുൾ LED DRLും ഫുൾ LED ഹെഡ്ലാമ്പ്സും. ആൻഡ് ഈ ഹെഡ്ലാമ്പ്സ് ഹൈവേയിൽ നമ്മൾ ഹൈ സ്പീഡ് പോകുകയാണെങ്കിൽ ഇൻറ്റൻസിറ്റി കൂട്ടാനുള്ള ഫീച്ചറും ഉണ്ട്. പിന്നെ ഈ ഹെഡ്ലൈൻ്റെ താഴെ കാണുന്ന ഈ ബീക്ക് ഒരു ആക്സസറിയാണ്. പക്ഷേ ഈ ഗ്രീനും ഈ കളറും എല്ലാം കൂടി കണ്ടിട്ട് എനിക്ക് ജോസ് പ്രകാശ് സാറിൻ്റെ മുതലാണ്. അതിൻ്റെ താഴെ കാണുകയാണെങ്കിൽ ഒരു ഗോൾഡ് USD ഫോക്സ് ഉണ്ട്. 41 mm ആണ് ഇതിൻ്റെ ഡയമീറ്റർ ആൻഡ് 180 mm ആണ് ഇതിൻ്റെ ട്രാവൽ. ആൻഡ് സസ്പെൻഷനെ പറ്റി കൂടുതൽ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇതിന് TVSൻ്റെ ടയർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. TVS Eurogrip 19 ഇഞ്ചാണ് ഫ്രണ്ടിൽ വരുന്നത്. ആൻഡ് പിൻവശങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബട്ട് ഓൾ LED സെറ്റപ്പാണ്. ലൈക്ക് ദ ഫ്രണ്ട് സൈഡ് ഒരു പെറ്റൽ ഡിസ്ക് ബ്രേക്ക് കാണാം. അതോടൊപ്പം ഇവിടെ കുറച്ച് വൈഡർ ആയിട്ടുള്ള 17 ഇഞ്ചിൻ്റെ ടയേഴ്സാണ്. ആൻഡ് ഒരു മോണോ ഷോക്ക് സസ്പെൻഷൻ വിത്ത് 180 mm ട്രാവലാണ് കാണുന്നത്. ആൻഡ് ഫ്രണ്ട് വശം നിങ്ങൾ ഏതെങ്കിലും ബൈക്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ആൻഡ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡുക്കാട്ടി മൾട്ടി സ്ട്രാഡയാണ്. ആൻഡ് വേറെ ഒരുപാട് ബൈക്സ് ഉണ്ടെന്ന് എനിക്കറിയാം. സോ എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്റ്റീൽ ട്രെലിസ് ഫ്രെയിമും കാണാം, അലൂമിനിയം സിംഗാമും കാണാം. ആൻഡ് ഒരു പുതുപുത്തൻ എക്സോസ്റ്റും കാണാം. ഈ ക്രാഷ് ഗാർഡ് ആക്സസറി ആണെങ്കിലും ഈ എല്ലാ മസ്കുലർ ബിറ്റും ടാങ്കിൻ്റെ ഭാഗം തന്നെയാണ്. ആൻഡ് ദ ഫെയറിംഗ് ലുക്സ് വെരി ഗുഡ്. ഫ്യൂൽ ടാങ്കിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ 12.5 ലിറ്റേഴ്സ് മാത്രമാണ്. കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. എർഗണോമിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ എന്നെപ്പോലെ നിഷ്കളങ്കനായിട്ടുള്ള ഒരു ആവറേജ് ഇന്ത്യന് സീറ്റായിട്ട് ഇത്തിരി കൂടുതലായിട്ട് തോന്നും. ഇപ്പോൾ ഇത് ഒരു ഇൻക്ലൈനും കൂടിയാണ്. 835 mm ആണ് ഇതിന് സീറ്റായിട്ട് വരുന്നത്. ആൻഡ് ഗ്രൗണ്ട് ക്ലിയറൻസ് നോ ഇഷ്യൂസ്, 200 mm വരുന്നുണ്ട്. സീറ്റ്സിലോട്ട് വരുമ്പോൾ ഇപ്പോൾ ഇതിൽ കാണുന്ന ഒരു ആക്സസറൈസ്ഡ് സീറ്റാണ്. ആൻഡ് യഥാർത്ഥത്തിലുള്ള സീറ്റ് എങ്ങനെ ഫീൽ ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഒരു കാര്യം പറയാം, RTRൽ കാണുന്ന പോലെ സീറ്റ് വെൻറ്റിലേഷനോ സീറ്റ് ഹീറ്റിങ്ങോ ഒന്നുമില്ല. ടെക് ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് TVS കൊടുത്തിട്ടുണ്ട്. കാണുമ്പോൾ ഒരു ചെറിയ 5 ഇഞ്ച് TFT ഡിസ്പ്ലേ ആണെങ്കിൽ പോലും ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ 4 റൈഡിംഗ് മോഡാണ് വരുന്നത്: റാലി, അർബൻ, റെയിൻ ആൻഡ് ടൂർ. ആൻഡ് കണക്റ്റഡ് ഫീച്ചേഴ്സിനെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ സ്ക്രീൻ മിററിംഗ് ആൻഡ് ഗൂഗിൾ മാപ്സ് നിങ്ങളുടെ ഹാഫ് സ്ക്രീനിൽ നിങ്ങൾക്ക് ക്രിസ്പായിട്ട് തന്നെ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് GoPro കൺട്രോൾസും നിങ്ങളുടെ ബ്ലൂടൂത്ത് വഴി ഈ ബട്ടൺസ് വെച്ച് യൂസ് ചെയ്യാം. ബട്ട് ഞാനത് യൂസ് ചെയ്തിട്ട് 5 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ ഡിസ്കണക്റ്റ് ആയി. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ആൻഡ് മേ ബി സോഫ്റ്റ്വെയർ കൂടെ അത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഫീച്ചേഴ്സിന് ലിസ്റ്റ് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കൂടെ തന്നെ ക്രൂസ് കൺട്രോളും സ്വിച്ചബിൾ ABSും ട്രാക്ഷൻ കൺട്രോളും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. താഴ്ഭാഗത്ത് നിങ്ങൾക്ക് TPMS റീഡിംഗ് കാണാം, റേഞ്ച് കാണാം. ഫ്യൂൽ എഫിഷ്യൻസി ഇപ്പോൾ 29 ആണ്. ബട്ട് നമ്മുടെ നാട്ടിൽ കരിമ്പ് യൂസ് അടിച്ചിട്ട് നമ്മൾ എന്തായാലും ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് അധികം ഞാൻ ചെയ്തിട്ടുള്ള ഓഫ് റോഡിങ് ആണ്. ആൻഡ് അതിൽ പറയുകയാണെങ്കിൽ സസ്പെൻഷൻ റിയലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ടയേഴ്സ് കുറച്ചും കൂടി ബെറ്റർ ആവാൻ തോന്നി. ഗ്രിപ്പിൻ്റെ കാര്യത്തിൽ ഇച്ചിരി ഇടയ്ക്ക് സ്ലിപ്പ് ആവുന്നുണ്ട് റിയർ. അതുപോലെ നമ്മുടെ റാലി മോഡിനാണെങ്കിൽ നിങ്ങൾക്ക് സ്വിച്ചബിൾ ABS കൂടി വരുന്നുണ്ട്. ആൻഡ് ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. TVSൻ്റെ ബ്രാൻഡ് ന്യൂ 300cc എഞ്ചിനാണ്. ആൻഡ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 35.5 HP-യും 28.5 Nm ഓഫ് ടോർക്കുമാണ്. ആൻഡ് ഈ എഞ്ചിൻ ആദ്യമായിട്ട് വരുന്നതും ഈ ബൈക്കിലാണ്. പക്ഷേ ഇത് റൈഡ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി റിഫൈൻമെൻറ്റ് ഈസ് മച്ച് ബെറ്റർ ദാൻ ദ 310. പക്ഷേ എങ്കിലും കുറച്ചും കൂടി റിഫൈൻഡ് ആവാം. അത്യാവശ്യം വൈബ്രേഷൻസ് ഫുഡ് പാക്കിലും ടാങ്കിലും ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ഇതൊരു ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. ഹീറ്റിങ്ങിൻ്റെ വലിയ ഇഷ്യൂ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. മേ ബി ഇപ്പോൾ അത് ഷിംലയിലായതുകൊണ്ടായിരിക്കാം. നാട്ടിൽ നമ്മൾ എന്തായാലും ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഇറ്റ് ഇസ് വെരി ഗുഡ് ലീനിയർ ആൻഡ് ബിഗിനേഴ്സിന് പറ്റിയൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. ഈ പുത്തൻ എഞ്ചിൻ മെയ്റ്റ് ചെയ്തിട്ടുള്ള ഒരു 6 സ്പീഡ് ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്ററോട് കൂടിയാണ്. ആൻഡ്
ആ ക്വിക്ക് ഷിഫ്റ്റർ ഈസ് പെർഫെക്റ്റ്ലി ഗുഡ്. ഇന്നത്തെ മൊത്തം 100 കിലോമീറ്റേഴ്സിൽ എനിക്കിത് അത്ര ഹെവി ആയിട്ട് തോന്നിയിട്ടില്ല. ബട്ട് ട്രാഫിക്കിലോ നമ്മൾ എവിടെയെങ്കിലും റിവേഴ്സ് എടുക്കാനൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് എനിക്ക് ഹൈറ്റും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഹെവി ആയിട്ട് തോന്നുന്നുണ്ട്, ഹെവിയർ സൈഡ്. ആക്ച്വലി നമ്പേഴ്സ് പറയുകയാണെങ്കിൽ 180 kg ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്, വിച്ച് ഈസ് 16 കിലോ ലൈറ്റർ ദാൻ ഹിമാലയൻ ആൻഡ് 12 to 20 കിലോ മോർ ഹെവിയർ ദാൻ എക്സ്പൾസ്. അപ്പോൾ ആ ഒരു വെയിറ്റ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് ഈ ബൈക്കിലേക്ക് പോവാം. അതിന് മുന്നേ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാവുന്നതാണ് ഹൗ ദിസ് ബൈക്സ് ഫിറ്റ്സ് യു. TVS Apache RTX ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ബിഗ് ബൈക്കിൻ്റെ ഫീൽ തരും, ലുക്കും തരുന്നുണ്ട്. ആൻഡ് അതും വെറും 1,99,000 രൂപ സ്റ്റാർട്ട് ചെയ്തിട്ട് 2,29,000 രൂപയാണ് ടോപ്പ് എൻഡിന് വരുന്നത്. പക്ഷേ നിങ്ങൾ ഈ ബൈക്ക് വാങ്ങണോ? ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി, ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ TVSൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് തന്നെ അത്യാവശ്യം തരക്കേടില്ല. ആൻഡ് ഈ ടാങ്ക് സെക്ഷൻ ആൻഡ് എവറിത്തിങ് നമുക്കൊരു ബിഗ് ബൈക്കിൻ്റെ ഫീൽ തരുന്നുണ്ട്. ഈ ബൈക്ക് നിങ്ങൾക്ക് ഏത് ബൈക്കിൻ്റെ കൂടെയാണ് കമ്പയർ ചെയ്യേണ്ടതെന്ന് താഴെ കമൻറ്റ്സിൽ എന്തായാലും വരയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഫൈനലി let's hear the bike.